സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പം ചേരുകയാണ്. മാഡം, പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 2 മാസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ 5629 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് മുൻവർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ 16,667 കോടി രൂപയായിരുന്നു വരുമാനം. ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ എത്തുമ്പോൾ അത് 22,296 കോടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഈ കുതിച്ചുകയറ്റം പുതിയ സർക്കാരിന് പ്രതീക്ഷ നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും അത് പ്രതീക്ഷ നൽകുന്നതാണ്. അത് പക്ഷേ പഴയ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടും ഈ GST പോർട്ടലിൻ്റെ അപര്യാപ്തത, കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടുമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വർധനവുണ്ടായത്. അതായത് നമ്മുടെ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഡോക്യുമെൻ്റ് കഴിഞ്ഞ 2017 മുതൽ ഈ വർഷം വരെ, ഈ പോയ വർഷം 2025-26 വരെയുള്ള ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ബജറ്റ് ഡോക്യുമെൻ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ IGST എന്ന ഒരു കോളമുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് GST 3 തരത്തിലാണല്ലോ. കേന്ദ്രത്തിന് ഒരു ഭാഗം സംസ്ഥാനങ്ങൾക്ക്, പിന്നെ സംസ്ഥാനാന്തര വ്യാപാരത്തിൻ്റെ റേറ്റ് ആണ് ഈ IGST പോർട്ടലിലേക്ക് പോകേണ്ടത്. അപ്പം അങ്ങനെ IGST പോർട്ടലിലേക്ക് ഈ പറയപ്പെട്ട ഡിവിഷൻ തന്നെ IGST പോർട്ടലിൽ വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. എന്ന് വെച്ചാൽ ഈ പോർട്ടലിൻ്റെ സൈസ്, GST പോർട്ടലിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. 146,39,00,000 ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ ജനങ്ങളെല്ലാം ആ പോർട്ടലിലേക്ക് നികുതി നിക്ഷേപം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 146,39,00,000 കൊച്ചു കുഞ്ഞുങ്ങൾ, 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങളൊന്നും വാങ്ങിച്ച് ടാക്സ് പോർട്ടലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അവർക്ക് വേണ്ടിയും പർച്ചേസസ് ധാരാളം നടക്കുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ മുഴുവൻ കൺസംഷൻ്റെയും ഡീറ്റെയിൽസ്, അതായത് ടാക്സ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് GST പോർട്ടൽ. അപ്പോൾ അങ്ങനെ പോർട്ടൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നേരെ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഷെയർ, കേന്ദ്രത്തിന് പോകേണ്ട ഷെയർ ഒക്കെ ഉണ്ട്. പക്ഷേ IGSTക്ക് ഒരു പ്രശ്നമുണ്ട്. ഇത് സംസ്ഥാനാന്തര ട്രേഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിവിഷനാണ് വേണ്ടത്. അതായത് അതിൻ്റെ ഒരു ഭാഗം കേന്ദ്രത്തിനും ഒരു ഭാഗം സംസ്ഥാനത്തിനുമായിട്ടാണ് പോകേണ്ടത്. അവിടെയുള്ള ആ ഡിവിഷൻ, അതിലെ ആ സോഫ്റ്റ്വെയറിൻ്റെ തന്നെ കുഴപ്പം, പിന്നെ അത് കാര്യക്ഷമതയില്ലാതെ കൈകാര്യം ചെയ്യുന്നവർ, ഇതൊക്കെ ആ IGST കൃത്യമായ രീതിയിൽ കണക്കാക്കി സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് IGST എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള കൺസംഷൻ്റെ ഏകദേശം 80% അതിലധികമോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ്. അപ്പോൾ IGSTയും അതിനനുസരിച്ച് ഉയർന്നു നിൽക്കും. ഈ IGSTയുടെ പോർട്ടലിലാണ് ഈ എത്രയധികം അപര്യാപ്തതയുള്ളത്, അപ്ഡേഷൻ ആവശ്യമുള്ളത്. ഓർമ്മിക്കണം, നമ്മൾ GSTയുടെ സോഫ്റ്റ്വെയർ മുഴുവനും ആദ്യമായി നിർമ്മിച്ച് ഈ അടുത്ത കാലം വരെയും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇൻഫോസിസ് ആണ്. അപ്പോൾ ഇൻഫോസിസ് ഈ പറഞ്ഞതുപോലെ 146,39,00,000 ജനങ്ങൾക്കുള്ള ഒരു GST സമ്പ്രദായം, ആ പോർട്ടൽ മുഴുവനും അതിനുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നത് ഒക്കെ ഇൻഫോസിസ് തന്നെയാണ്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതാണെങ്കിലോ ഈ പറയപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരുടെ കാര്യക്ഷമത, ഇതിൻ്റെ കൈകാര്യം ചെയ്യലുണ്ടാകാവുന്ന, അതുപോലെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതുമൊക്കെ ഈ പോർട്ടലിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതിൻ്റെ പർട്ടിക്കുലേഴ്സ് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തു വേണം അതിന് വേണ്ട എംപ്ലോയീസിനെ പ്രത്യേകമായിട്ട് എടുക്കാനായിട്ട്. പക്ഷേ അതൊക്കെ ചെയ്യുന്നുണ്ടോ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് വിഭാഗവും മറ്റും എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഉദാഹരണത്തിന് ഈ നികുതി വെട്ടിക്കുന്നതിന് ഡോക്ടർ തോമസ് ഐസക്ക് ഇവിടെ ധനമന്ത്രി ആയിരിക്കെ അദ്ദേഹം ഇറങ്ങുന്നതിൻ്റെ ഏതാനും മാസം മുൻപാണ് കള്ള ആധാർ കാർഡ് വച്ച് ITC ക്ലെയിം ചെയ്ത 5 കോടിയുടെ കള്ളത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോടിക്കണക്കിന് അഴിമതി കഥകൾ ഓൾ ഇന്ത്യ തലത്തിൽ കണ്ടുപിടിച്ചാണ് നിർമ്മല സീതാരാമൻ ഈ ITC ക്ലെയിം ചെയ്യുമ്പോൾ
അതിനകത്ത് ആധാർ നമ്പറും കൂടി, അതായത് ക്ലെയിം ചെയ്യുന്ന വ്യക്തിയുടെ ആധാർ നമ്പർ കൂടി ചേർക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കള്ള ആധാർ എന്ന് വെച്ചാൽ ആധാർ നമ്പർ ശരിയായിരിക്കും, പക്ഷേ യഥാർത്ഥ ഉടമ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് അറിയുക പോലും ചെയ്യാതെ കള്ള ആധാർ നമ്പർ ഉപയോഗിച്ച് ധാരാളം ഫ്രോഡാണ് ഈ നികുതി രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം എന്ന് വെച്ചാൽ നമ്മുടെ GST സമ്പ്രദായത്തെ വേണ്ട രീതിയിൽ പരിഷ്കരിക്കുകയോ കുറ്റമറ്റതാക്കുകയോ ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ടാണ് അതായത് നട്ഷലായിട്ട് പറയാവുന്ന അതാണ്. ആ കാരണത്താൽ IGST കൃത്യമായിട്ട് കണക്കാക്കപ്പെടുകയോ കേരളത്തിലേക്ക് വരികയോ ചെയ്യുകയില്ല. അപ്പോൾ ഇങ്ങനെ ലംസമായിട്ട് ചില സമയത്ത് വരും. ഇപ്പം നമ്മൾ പോർട്ടലിൽ നിന്ന് നമ്മൾ ചോദ്യത്തിൽ കേട്ടത് അതാണ്. 5629 കോടി അതായിരുന്നു ഇറങ്ങിപ്പോയപ്പോൾ ഇവിടെ അധികപ്പറ്റി കിടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല ആവർത്തി പത്രപ്രവർത്തകരോടൊക്കെ പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ നേരത്ത് 5629 കോടി ഖജനാവിൽ അവശേഷിപ്പിച്ചിട്ടാണ് പോയത് എന്ന് അദ്ദേഹം പലപ്പോഴും പത്രപ്രവർത്തകരോടൊക്കെ മാധ്യമങ്ങളോടും സംസാരിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഈ 5629 കോടി ഈ തരത്തിൽ കിട്ടാതെ കിടന്ന ഫണ്ട് ഭാഗ്യത്തിന് LDF ഇറങ്ങുന്നതിന് മുൻപ് IGST വഴി കളക്ട് ചെയ്ത് വന്നതാണ്. അതിൻ്റെ ആ അപര്യാപ്തത അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ നാളുകളായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കറക്റ്റ് ചെയ്ത് വന്നു. അതുകൊണ്ടാണ് ഈ വർഷം കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? 16,667 കിട്ടിയ സ്ഥാനത്താണ് ഈ വർഷം 22,296 കോടി കിട്ടുന്നത്. അപ്പോൾ അത് IGSTയുടെ സോഫ്റ്റ്വെയർ പരിഷ്കരിച്ച് വേണ്ട നടപടികൾ ഒരു പക്ഷേ എടുത്തിട്ടുണ്ടാകും. അങ്ങനെ എടുത്തിട്ടുണ്ട്, പരിഷ്കരണം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും UDF ഗവൺമെൻറ്റിനെ സഹായിക്കും. IGST വരുമാനം കൃത്യമായി ഒഴുകി വരികയാണ് എങ്കിൽ ഈ ഒരു പക്ഷേ ഈ KSRTC കൊടുക്കുന്ന സൗജന്യം പോലെയുള്ള സഹായത്തിന് അത് വലിയ ആശ്വാസമായി ഭവിക്കുകയും ചെയ്യും. മാഡം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ശരിക്കും കേരളത്തിൻ്റെ ഈ വരുമാന വർധനയുടെ ക്രെഡിറ്റ് മെയ് 18 അധികാരമേറ്റ UDF സർക്കാരിന് ഉള്ളതല്ലല്ലോ. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ മികവ് കൂടി ഇതിൽ ഇല്ലേ? അവർക്ക് കൂടി അർഹതപ്പെട്ടതല്ലേ? കേരളം ധനപ്രതിസന്ധിയിലാണ് എന്ന് കാണിച്ച് സതീശൻ സർക്കാർ ധവളപത്രം ഇറക്കിയതാണ്. ആ ധവളപത്രത്തിലെ ആശങ്കകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നത് കൂടിയല്ലേ ഇത്? കാരണം ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് കേരളത്തിൻ്റെ വരുമാന വർധനയുടെ പുറത്തു വന്ന ഈ പുതിയ കണക്കുകൾ എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതിനെ എങ്ങനെയാണ് മാഡം നോക്കിക്കാണുന്നത്? അതിനുള്ള മറുപടി എന്താണ്? ഇടതുപക്ഷം മലർന്നു കിടന്ന് തുപ്പുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഈ GST പോർട്ടലിൻ്റെ പരിമിതികൾ നേരത്തെ തന്നെ എന്താ പറയാറുള്ളത്? കേരളം 101% ഡിജിറ്റൈസ്ഡാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതി. നമ്മുടെ ഭരണ സമ്പ്രദായത്തെ പറ്റി എന്താ പറയുക? കംപ്ലീറ്റ്ലി ഡിജിറ്റൈസ്ഡ്, കമ്പ്യൂട്ടറൈസ്ഡ് എന്നാ പറയുക. സമസ്ത വകുപ്പുകളിലും കമ്പ്യൂട്ടറും അതുപോലെയുള്ള മറ്റെല്ലാ തരത്തിലുള്ള ഡേറ്റാബേസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഓർമ്മയുണ്ടോ, ഈ ഗവൺമെൻറ് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഈ ഡേറ്റാ സിസ്റ്റം ബേസ് മുഴുവനും കൂടെ ഒരു പരിഷ്കരണത്തിന് പോകുന്നു എന്ന് പറഞ്ഞ് മാറ്റം വരുത്തിയതും അത് കോടതി ഇടപെട്ട് കോടതിയിൽ പോയതും കോടതി ഇടപെട്ട് ആ മാറ്റം ഇപ്പോൾ വേണ്ട എന്ന് വെച്ചാൽ ഡേറ്റയൊക്കെ ഡിലീറ്റ് ചെയ്യാൻ, ഈ സർക്കാരിന് എതിരായി വരാൻ സാധ്യതയുള്ള ഡേറ്റകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ, അതായത് ഏതൊക്കെ തരത്തിലുള്ള റീൽസ് പ്രിപ്പയർ ചെയ്തു, ഏതൊക്കെ തരത്തിൽ വകമാറ്റി ചെലവഴിച്ചു, ഏതൊക്കെ തരത്തിൽ പദ്ധതി വിഹിതമൊക്കെ കൊടുക്കാതിരുന്നു, ഏതൊക്കെ തരത്തിൽ ധൂർത്ത് നടത്തി, ഈ തരത്തിലുള്ള ഇതിൻ്റെ ഒരുപാട് കണക്കുകൾ കാണും സെക്രട്ടേറിയറ്റിൽ. അതൊക്കെ ഇങ്ങനെ ഡിജിറ്റൽ ഫോമിലും കാണും. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനാശം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രോഗ്രാമിലേക്ക് അവർ പോയത്. അപ്പോഴാണ് അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ചില IASകാർ തന്നെ ഈ സൂത്രം മനസ്സിലാക്കുകയും അത് പുറത്തു വിടുകയും ചെയ്തു. പുറത്തു വിട്ടതോടുകൂടി മുഖ്യമന്ത്രി, അതായത് പുതിയ മുഖ്യമന്ത്രി തന്നെ അങ്ങനെയുള്ള ഡേറ്റ നശിപ്പിക്കലോ ശുദ്ധീകരിക്കലോ പുതുക്കലോ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ഞങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം വേണ്ടതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പം അതിനൊക്കെ സൗകര്യമുള്ള ഈ ഇടതുപക്ഷ ഗവൺമെൻറ് എന്തുകൊണ്ട് IGSTയുടെ പോർട്ടലിനെ അപര്യാപ്തത പരിഹരിച്ച് IGST നേരെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്താനുള്ള നടപടികൾ നേരത്തെ തന്നെ എടുത്തില്ല?
അവർ ആ ബജറ്റിൻ ബ്രീഫ് എന്നുള്ള ഡോക്യുമെൻ്റ് എടുത്ത് IGSTയുടെ റോ ഒന്ന് നോക്കട്ടെ. IGSTയുടെ റോ നോക്കിയാൽ അറിയാം, കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ് ആ റോ. അപ്പോൾ അത് അന്വേഷിച്ച് അത് എന്തുകൊണ്ട് റോ അങ്ങനെ കിടക്കുന്നു എന്ന് ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ പറയപ്പെട്ട ടാക്സ് പോർട്ടൽ അതിൻ്റെ സോഫ്റ്റ്വെയറിലുള്ള പരിമിതികൾ മൂലം, അത് വേണ്ടത്ര കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാത്ത ഉദ്യോഗസ്ഥ വൃന്ദം മൂലം ഒക്കെയാണ് ഈ IGST റോ ഇങ്ങനെ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അവനവൻ്റെ കാര്യക്ഷമത ഇല്ലായ്മ മൂലം സംസ്ഥാനത്തേക്ക് വരാതിരുന്ന ആ വിഹിതമാണ് ഇപ്പോൾ അധിക വിഹിതമായി എത്തിയിരിക്കുന്നത്. അല്ലാതെ ഇത് കൈ കിട്ടിയിരുന്നെങ്കിൽ അതും റീൽസ് ഉപയോഗിക്കാനും ഒക്കെ ചെലവഴിച്ചേനെ. അത് കൈ കിട്ടാതിരുന്നത് ഒരു പക്ഷേ UDF ഗവൺമെൻറ്റിന് ഈശ്വര കടാക്ഷം ഉണ്ടായതാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് 5629 കോടിയെ ഈശ്വരാനുഗ്രഹം കൊണ്ടായിരിക്കും UDFനുള്ള അത്രയും തുക അങ്ങനെ കൂടുതലായിട്ട് കിട്ടിയത്. ഏതായാലും അത് തുടക്കം നന്നായാൽ പകുതി, അതായത് അതിൻ്റെ പ്രവർത്തനം പകുതി പൂർത്തിയായി എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു വരുമാന വർധനവ് ഉണ്ടായത് UDF ഗവൺമെൻറ്റിന് ഒരു രാസത്വരകമായിട്ട് പ്രവർത്തിക്കും അവരിൽ. അതായത് ഇതുപോലെയാണ് നമ്മൾ നികുതി വരുമാനത്തിൻ്റെ സമാഹരണത്തിൽ നോക്കിക്കോളൂ. ഓർമ്മയുണ്ടോ, നാരങ്ങാനം പഞ്ചായത്തിൽ ഒരു കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം, അതായത് 2025 ഒരു തഹസിൽദാർ സ്ഥാനാരോഹണം ചെയ്യുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം വർഷാവസാനം ആകുമ്പോഴത്തേക്കും ആരൊക്കെയാണ് നികുതി കൊടുക്കാനുള്ളത്, ആരുടെയൊക്കെ പേരിൽ ഡ്യൂ ഉണ്ട് എന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പം ഒരുപാട് പേർക്ക് അദ്ദേഹം ഇങ്ങനെ ഇത് കൊടുക്കാനുണ്ട്, നിങ്ങൾ മാർച്ച് 31 മുമ്പ് അടയ്ക്കണം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇൻറ്റിമേഷൻ കൊടുക്കുന്നു. അപ്പോഴേക്കും ഒരു സഖാവ്, അവിടുത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സഖാവ്, ആ സഖാവിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പൊസിഷനും ഒക്കെ അന്ന് പത്രങ്ങളിൽ വന്നതാണ്, വാർത്തകളിലൊക്കെ വന്നതാണ്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഇപ്പോൾ നികുതി അടച്ചില്ലെങ്കിൽ താൻ എന്നെ എന്ത് ചെയ്യും? അപ്പോൾ പറയും, ഞാനത് റിപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് പിഴയൊക്കെ തരേണ്ടി വരും എന്ന് പറഞ്ഞു. അതായത് തന്നെ ഞാൻ വകവരുത്തും, താൻ മേലിൽ ആ പൊസിഷനിൽ കാണില്ല, തന്നെ ഞാൻ വകവരുത്തുമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പേടിപ്പിച്ചത്. ഇതൊന്നും ആരും മറന്നുപോയിട്ടില്ല. എന്ന് വെച്ചാൽ ഏത് തരത്തിൽ നികുതി വെട്ടിയിട്ട് സഖാക്കൾ സ്വമേധയ നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്. അങ്ങനെ നികുതി വെട്ടിച്ചത് പിടിച്ചു പറിച്ച് വാങ്ങാൻ തൻ്റെ ഇടമുള്ള ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു. അങ്ങനെ തൻ്റെ ഇടം കാണിക്കാൻ പോയാലേ സ്വന്തം മക്കൾക്ക് അച്ഛനില്ലാതെയാകും, സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവില്ലാതാകുമെന്ന് അറിയാവുന്നവരാ അവിടെ ഇരിക്കുന്നവർ. അഥവാ സ്ത്രീ ഉദ്യോഗസ്ഥകളാണെങ്കിൽ ഓർക്കും, കുഞ്ഞിന് അമ്മയില്ലാതെയാകും, ഭർത്താവിന് ഭാര്യയെ വേറെ കിട്ടും, പക്ഷെ കുഞ്ഞിന് അമ്മയെ കിട്ടില്ലല്ലോ എന്നവർ വിചാരിക്കും. അപ്പോൾ അവർ ആക്ഷൻ എടുക്കാൻ മുതിരുകയില്ല. അങ്ങനെ കാര്യക്ഷമത ഇല്ലായ്മയും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കലും ഒക്കെ ആയിരുന്നു LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ വരുമാന സമാഹരണത്തിൽ അത്രയധികം ഇടിവുണ്ടാകാൻ കാരണം. ഇപ്പം UDF ഗവൺമെൻറ് നോക്കട്ടെ, ഈ തരത്തിലല്ലാതെ, അതായത് യഥാർത്ഥത്തിൽ അവനവൻ്റെ കാര്യശേഷിക്കനുസരിച്ച് കർമ്മോത്സുകരായി നികുതി പിരിവിൽ ഏർപ്പെട്ടാൽ ഖജനാവ് നിറയാൻ ധാരാളം സാധ്യതകളുണ്ട് കേരളത്തിൽ. അതായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ഈ കൺസ്യൂമറിസ്റ്റ് സംസ്ഥാനമായ കേരളത്തിന് GST വരുന്നത് വലിയ വരുമാന കുതിപ്പിന് കാരണമാകുന്ന ഡോക്ടർ ഐസക് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാരണം അതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ GSTയിൽ നിന്ന് ഒഴിവാക്കാത്ത സമസ്ത ഉൽപ്പന്നങ്ങൾക്കും നികുതിയാണ്. യഥാർത്ഥത്തിൽ നികുതി സമാഹരണത്തിനുള്ള സാധ്യത എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്ന ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നിത്യോപയോഗ സാധനങ്ങളിൽ പോലും പാക്കറ്റഡ് ആണെങ്കിൽ 5% GST. അതേസമയം സ്വർണ്ണ വജ്ര ആഭരണങ്ങളിൽ GST 3% മാത്രമാണ്. പക്ഷേ കേരളത്തിൽ GST, അതായത് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത് എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിലാണ് പറയുന്നത്, മറ്റാരുമല്ല. 20% എന്ന് പറഞ്ഞാൽ എത്ര ടൺ വരുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ. 800,000 ടൺ. അതാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണം. ആ സ്വർണത്തിൻ്റെ 20% കേരളത്തിൽ വിൽക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ അത് എത്ര ടൺ സ്വർണമാണ് കേരളത്തിൽ വിൽക്കപ്പെടുന്നത്? അത്രയും ടൺ സ്വർണം ആഭരണമാക്കി വിൽക്കപ്പെടുന്ന കേരളത്തിൽ 3% GST കൃത്യമായി ഖജനാവിലെത്തിയാൽ അതൊരു 40,000 കോടിയോ അതിൽ കൂടുതലോ വരും. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഒരു പവന് 1,09,000 മറ്റോ ആണ് ഇന്നത്തെ വില. അപ്പോൾ ഇങ്ങനെ വിലയുള്ള സ്വർണത്തിൻ്റെ GST ഖജനാവിലേക്ക് വന്നാൽ തന്നെ, പക്ഷേ എന്തുകൊണ്ടാണ് 1000 കോടിയിൽ താഴെ, 40,000 കോടി വരേണ്ടടുത്ത് 1000 കോടിയിൽ താഴെ ഇത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കൃത്യമായിട്ട് ഈ പ്രാവശ്യത്തെ ബജറ്റിൻ്റെ ഡോക്യുമെൻ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് സ്വർണത്തിൽ നിന്ന് എന്ത് നികുതി കിട്ടി എങ്കിൽ പോലും ഐറ്റം വൈസായിട്ട് കിട്ടണമെങ്കിൽ ആ വകുപ്പിൽ നമ്മൾ തള്ളിക്കയറണം, എന്നാലേ കിട്ടൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വർണ്ണ നികുതി തന്നെ മാത്രം പിരിച്ചെടുത്താൽ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് വലിയ ആശ്വാസം കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തോറെ ദെൽ ഓറെ എന്ന സംഭവം? അതായത് 2025 നമ്മുടെ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് 700 ഉദ്യോഗസ്ഥർ ഒരു സ്വർണ്ണവേട്ടയ്ക്കിറങ്ങി ഒരു വൈകുന്നേരം. അതായത് കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിലെ ഉദ്യോഗസ്ഥരോട് അദ്ദേഹത്തിൻ്റെ തലപ്പത്തുള്ള 2-3 പേർ മാത്രം അറിഞ്ഞിട്ട് അവർ പറഞ്ഞു നമ്മളൊരു പിക്നിക്ക് പോകുകയാണ് എന്ന് പറഞ്ഞ് 700-ലധികം ഉദ്യോഗസ്ഥർ പല ബസ്സുകളിൽ ഒന്നിച്ച് യാത്ര തിരിക്കുന്നു തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂരിലേക്ക്. തൃശ്ശൂരിൽ അന്ന് രാത്രിയും പകലും അടുത്ത രാത്രിയും പകലുമായി ഒരൊറ്റ സ്വർണ്ണക്കടയിൽ പരിശോധിച്ചു. 104 കിലോ സ്വർണം പിടിച്ചെടുക്കുന്നു. എങ്ങനത്തെ 104 കിലോ സ്വർണം? യാതൊരു രേഖകളുമില്ലാതെ. എവിടെ നിന്ന് വാങ്ങി, എങ്ങനെ വാങ്ങി, ഈ പറയപ്പെട്ട യാതൊരു രേഖയുമില്ലാത്ത സ്വർണം എന്ന് വെച്ചാൽ കള്ളസ്വർണം, കള്ളക്കടത്ത് സ്വർണമെന്നോ കള്ള സ്വർണമെന്നോ എന്തോ നമുക്ക് പേരിടാം. ആ സ്വർണം തന്നെ ഖജനാവിന് എത്ര കോടി കൊടുക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പവൻ സ്വർണത്തിന് 1,00,000-ലധികം വിലയുള്ളപ്പോൾ. പക്ഷേ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ, എനിക്ക് തോന്നുന്നു ഏബ്രഹാം റെൻ എന്നോ മറ്റോ പേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ മലയാളിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലില്ല. അദ്ദേഹം എവിടെ പോയി? അദ്ദേഹത്തെ എവിടത്തേക്ക് ഓടിച്ചു? ആരോടിച്ചു? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ അന്വേഷിക്കണം. പൗരന്മാരായ നമ്മൾ നാണം കെട്ട് ഞാൻ ഇവിടുത്തെ ഒരു പൗരനാണ് എന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ. നമ്മുടെ തലയ്ക്ക് മീതെ ഇതുപോലെയുള്ള ഡെമോസ്തനീസിൻ്റെ സോഡ് തൂങ്ങി നിൽക്കുന്നത് നാം കാണണം. അത്തരം സോഡുകൾ, അത്തരം വാളുകളെയൊക്കെ അറുത്തു മാറ്റി നമ്മുടെ ജനത്തിന് കിട്ടേണ്ട, അതായത് ഈ സ്വർണ്ണ നികുതി ഈ ജനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ട പണമാണ്. അല്ലാതെ സ്വർണ്ണ രാജാക്കന്മാർ, വലിയ ആ രാജാക്കന്മാരെ എങ്ങനെയൊക്കെ കട്ടോ മോഷ്ടിച്ചോ ഉണ്ടാക്കിയാൽ അവർക്ക് അവസാനം എനിക്ക് പറയാനുള്ള ഒരു കഥയാണുള്ളത് അവരോട് കൂടി. പിന്നെ അവർക്ക് അരി നിൽക്കുന്ന രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ, ഏതായാലും ഏബ്രഹാം റെൻ അവർക്ക് അരു നിന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം കേരളം വിട്ടുപോകേണ്ടി വന്നത്. അദ്ദേഹത്തെ ആരെങ്കിലും വിട്ടതാണോ? അദ്ദേഹത്തിന് ഇവിടെ നിൽക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്ഫർ വാങ്ങിപ്പോയതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വിശ്വാസം അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിലോ മറ്റോ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതുപോലെ സംഭവിച്ച് ഇതുപോലെ കരുതി കൂട്ടി വയ്ക്കുന്ന സ്വർണ്ണ വ്യാപാരികളാകട്ടെ ആരുമാകട്ടെ, ഇതൊക്കെ അങ്ങ് കടന്നു പോകുമ്പോൾ അവർ കൊണ്ടുപോകില്ല. പക്ഷേ കൃത്യമായിട്ട് നികുതി അടച്ചാണ് അവരിങ്ങനെ സമ്പാദിക്കുന്നതെങ്കിൽ അവർക്ക് മനസ്സമാധാനത്തോടെ മരിക്കാനെങ്കിലും ഒക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കിട്ടുന്ന നികുതി പണം കൊണ്ട് ഈ സൗജന്യ യാത്ര സാധ്യമാകും. മാത്രമല്ല വയോജനങ്ങൾക്ക് വേണ്ടി ഇപ്പം നല്ല സ്കീംസ് വരുന്നുണ്ട്. ആ വയോജന സൗഹൃദമാകും നമ്മുടെ കേരളം. അതുപോലെ മറ്റെന്തരം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നമ്മുടെ സമ്പദ്ഘടന ഒട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉള്ള വ്യവസായ സൗഹൃദമായ സ്ഥലമല്ല ഇപ്പോഴും. നോക്കുകൂലി ഇപ്പോഴും ഇവിടെ കൊടികുത്തി വാഴുന്നുണ്ട്. അതിനെയൊക്കെ മാറ്റിയെടുത്ത് വ്യവസായ സൗഹൃദമാക്കാം. നമ്മുടെ കേരളത്തിന് അനുസൃതമായ തരത്തിലുള്ള വ്യവസായങ്ങൾ ഇവിടെ കൊണ്ടുവരാം. അങ്ങനെ എന്തൊക്കെ വളർച്ചാ സാധ്യതകൾ നമുക്ക് ഒരുക്കാൻ കഴിയും ഖജനാവ് നിറയുകയാണെങ്കിൽ. അപ്പോൾ ഖജനാവ് നിറയ്ക്കേണ്ടത് വ്യാപാരികളും വ്യവസായികളും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർത്തിരിക്കേണ്ടതാണ് പ്രൊഫഷൻ ടാക്സിൻ്റെയൊക്കെ റേറ്റ് ഓഫ്
റേറ്റ് വർദ്ധിപ്പിച്ചിട്ട് വർഷങ്ങളായി എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഇന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത്. പ്രൊഫഷൻ ടാക്സ് കൊടുക്കുന്നയാളാണ്, എന്നെപ്പോലെ തന്നെ. അപ്പോൾ ഈ ടാക്സ് വർദ്ധിപ്പിച്ചിട്ട് വർഷങ്ങളായി. അങ്ങനെയൊക്കെ പറയുന്നത് സത്യസന്ധരും നല്ലവരുമായ മനുഷ്യരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഈ കെട്ടിക്കൂട്ടി ഇട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, കണ്ണടഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചുമന്ന് കൊണ്ടുപോകാൻ ഒക്കില്ല എന്ന്. ഞാനതിനൊരു ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളോട്, നിങ്ങളുടെ ക്ഷമ പരിശോധിക്കാനായിട്ട്. അതായത് അമർത്യ സെന്നിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന ഗ്രന്ഥം 2017, അമർത്യ സെന്നിനെ അറിയാമല്ലോ, 1998 ഇന്ത്യയിലേക്ക് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കൊണ്ടുവന്ന മാന്യനാണ് അമർത്യ സെൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം എൻ്റെ പുറകിൽ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ ഈ പറയുന്ന ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ. ആ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു കഥ വിവരിക്കുന്നുണ്ട്. അത് ബൈബിളുമായിട്ട് ബന്ധമുള്ള കഥയാണ് കേട്ടോ. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഒരു ചക്രവർത്തിയെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും, ചരിത്രം അറിയാവുന്നവർ. മെസപ്പൊട്ടോമിയൻ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് ലൂട്ട് ചെയ്ത്, രാജ്യം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കൊട്ടാരത്തിലുള്ള, അവരുടെ കലവറയിലുള്ളതെല്ലാം കൈയിട്ട് വാരി സ്വന്തമാക്കി, കൊല്ലേണ്ടവരെ കൊന്ന്, അങ്ങനെയൊക്കെയാണ് മുന്നേറുന്നത്. അങ്ങനെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് മുന്നേറി BC 323 അദ്ദേഹം ഇന്ത്യയിലെത്തുന്നു. അങ്ങനെ ഇന്ത്യയിലും എത്തി വെട്ടിപ്പിടിച്ച് വരുന്ന അവസരത്തിൽ അവസാനം സന്യാസ സമൂഹത്തിൻ്റെ ഒരു ആശ്രമത്തിലെത്തുന്നു. ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സന്യാസിമാരൊക്കെ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെയും കണ്ടിട്ട് ഒരു കൂസലുമില്ലാതെ അവരുടെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുഖരിതരായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് നമ്മളെ കണ്ടിട്ട് ഒരു ഭയവുമില്ലേ എന്ന് അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സന്യാസി പറഞ്ഞു, ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്തു വ്യത്യാസം? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ രക്തം ചിന്തി, മോഷണം നടത്തി, സംഘർഷാവസ്ഥ സൃഷ്ടിച്ച്, കണ്ണീരും അങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തരം ആശങ്കകളും സൃഷ്ടിച്ച് മുന്നേറുന്നു. ഞങ്ങളോ ലോക സമാധാനത്തിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ച് ധ്യാനത്തിൽ മുഴുകി കഴിയുന്നു. കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും. നിങ്ങൾക്ക് വേണ്ടത് 6 അടി മണ്ണ്. ഞങ്ങളും മരിക്കും. ഞങ്ങൾക്ക് വേണ്ടതും 6 അടി മണ്ണ്. നിങ്ങൾ വെട്ടിപ്പിടിക്കുന്നതൊന്നും കൊണ്ടുപോകില്ല ചക്രവർത്തി. ആ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയിട്ട് അദ്ദേഹത്തിൻ്റെ വിൽപത്രം എഴുതി. ആ വിൽപത്രത്തിൽ എഴുതി ചേർത്തു, എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ കരങ്ങൾ രണ്ടും മഞ്ചത്തിൻ്റെ പുറത്തേക്ക് ഇട്ടിരിക്കണം. എന്തിനാണ്? ജനമറിയണം ഞാൻ വെട്ടിപ്പിടിച്ചതൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന്. പ്രിയപ്പെട്ട വ്യാപാരികളെ, ഇതോർത്ത് നിങ്ങൾ കൃത്യമായിട്ട് നികുതി കൊടുക്കുക. നിങ്ങൾ നികുതി കൊടുത്താൽ ആ നികുതി പണം ഉപയോഗിച്ച് ദരിദ്രരെ സംരക്ഷിക്കാൻ എല്ലാ മേഖലകളിലേക്കും അത് ചേർത്ത് പിടിക്കലിൻ്റെ സന്ദേശമായി എത്തിച്ചേരും. നമ്മുടെ സമ്പദ്ഘടന വളരും. അങ്ങനെ വളരുമ്പോൾ നിങ്ങൾക്കും കയ്യടി കിട്ടും. ആ വളർച്ചയുടെ, ആ സന്തോഷത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലം ഈശ്വരൻ നിങ്ങൾക്കായിരിക്കും തരുന്നത്. ആ ചിന്തയുണ്ടെങ്കിൽ നികുതി വെട്ടിക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് വിചാരിക്കുക, അത് പ്രൊഫഷനിൽ ഇരുന്ന് പെൻഷൻ വാങ്ങുന്ന എനിക്കും ബാധകമാണ്. ഞാനും നികുതി കൊടുക്കേണ്ട തുക ഒളിച്ചു വെച്ച് നികുതി കുറച്ചു കൊടുക്കുമ്പോൾ എനിക്കും ഇത് ബാധകമാണ്. എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പോൾ അങ്ങനെ വ്യാപാരികളും വ്യവസായികളും ഒക്കെ മനസ്സ് വെച്ച് കൃത്യമായിട്ട്, വ്യാപാരികൾക്കൊക്കെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവർക്ക് ഏറ്റെടുക്കാം. ഭവനങ്ങളില്ലാത്ത ഒരുപാട് പേർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ ഇപ്പോൾ യൂസഫ് അലിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒക്കെ നടത്തുന്നത് പോലെ നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് അവരതിനു വേണ്ടി ഇങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ അത്രയും പണം അവരുടെ ഇൻകം ടാക്സ്, അവരുടെ കോർപ്പറേറ്റ് ഇൻകം ടാക്സിൽ നിന്ന് അവർക്ക് കുറച്ച് ഇളവ് ചെയ്തു കൊടുക്കും. ആ ഫണ്ടിന് അവർ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ സൗജന്യം അനുസരിച്ച് അത് നല്ലവണ്ണം പ്രയോജനപ്പെടുത്തിയാൽ എന്തൊക്കെ സഹായങ്ങൾ അവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ കൊടുക്കേണ്ട നികുതി
സംസ്ഥാനത്ത് കൊടുക്കേണ്ട നികുതി കൊടുക്കണം. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ചെയ്യാവുന്ന സത്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നാം വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സന്തോഷമുള്ള സമൂഹം വരിക. അപ്പം ഇതിനൊക്കെ ഈ തരത്തിലൊക്കെ കരുക്കൾ നീക്കി ഇവരെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ കഴിയുമെങ്കിൽ ഇവിടെ ഒരു ഗവൺമെൻറ്റിനും ധനപ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരില്ല. ഉള്ള ധനപ്രതിസന്ധിയൊക്കെ അതിജീവിച്ച് സുന്ദരമായിട്ട് ഗവൺമെൻറ്റിന് മുൻപോട്ട് പോകാൻ പറ്റും. അത് ആ ഇച്ഛാശക്തി ഉണ്ടോ, ഡിറ്റർമിനേഷൻ ഉണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും.